അഭ്യന്തരനായിട്ടുള്ള KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ്, ആരാധ്യനായിട്ടുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ വളരെ ശ്രദ്ധേയമായ സന്ദേശവുമായിട്ടാണ്. കേരളം കാത്തിരിക്കുന്ന ഒരു യോഗമാണ് ഈ യോഗം. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം കോൺഗ്രസ് ഇന്ന് വരെ നേരിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നേരിടാൻ രണ്ട് ശക്തികൾ തുല്യമായി വന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ്, ED, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ. മറുഭാഗത്ത് കേരളത്തിലെ 10 വർഷക്കാലമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി സർക്കാർ. ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റ ലക്ഷ്യം: നമ്മളെ തോൽപ്പിക്കണം. എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഈ ഓരോ പഞ്ചായത്ത് മെമ്പർമാരും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും, ജില്ലാ പഞ്ചായത്ത് മെമ്പറും, മുനിസിപ്പൽ കൌൺസിലും, കോർപ്പറേഷൻ കൌൺസിലും, ഈ രണ്ട് ശക്തികളെ, ഒരു വേള രണ്ട് ശക്തികളും ഒന്നിച്ചു കൂടിയിട്ട് അവരെ തോൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്, സമാനതകളില്ലാത്ത വിജയമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഒരു സെമി ഫൈനലാണ്. എല്ലാവരും പറഞ്ഞു സെമി ഫൈനലാണ്. വിചാരിച്ചത് സെമി ഫൈനലിൽ കോൺഗ്രസ് കൂപ്പുകുത്തി പോവുമെന്നായിരുന്നു, UDF കൂപ്പുകുത്തി പോവുമെന്നായിരുന്നു. ഞങ്ങള് എല്ലാവരും ധരിച്ചെന്താണ്, പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞാൽ റിബല് വരും, കോൺഗ്രസിൽ മുഴുവൻ റിബലായിരിക്കും, അഭിപ്രായ വ്യത്യാസമായിരിക്കും, പ്രശ്നമായിരിക്കും, പിന്നെ അസംബ്ലി ഇലക്ഷൻ എളുപ്പമാവും. ഇതായിരുന്നു പിണറായിയുടെ സ്വപ്നം. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോ എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തത്? BJPയും CPMഉം നിങ്ങൾ ഒന്നിച്ചു വന്നാലും കേരളത്തിലെ UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജയിച്ചു വരും എന്നുള്ള മഹത്തരമായ സന്ദേശമാണ് നമ്മൾ കൊടുത്തത്. സെമി ഫൈനൽ കഴിഞ്ഞു, ഫൈനൽ എത്തുന്നു. നേരത്തെ ഇവിടെ സുധാകരൻ പറഞ്ഞു, വളരെ സർക്കാസ്റ്റിക്കലായിട്ട് സുധാകരൻ പറഞ്ഞു, ഓരോ ദിവസം കഴിയുന്നതോറും തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം മിസ്റ്റർ പിണറായി വിജയൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോറ്റ കാരണം കണ്ടുപിടിക്കുന്നതിന് പകരം എങ്ങനെയാണ് കിട്ടാത്ത വോട്ടുകൾ കിട്ടുക. ഇപ്പൊ CPMന്റെ ഗവേഷണം ഒന്നേ ഉള്ളൂ, UDFന് കിട്ടുന്ന വോട്ടുകൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുക, അത് എത്ര വർഗീയത പറഞ്ഞാൽ കിട്ടും. എനിക്ക് അത്ഭുതം തോന്നി. ഇന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പത്രത്തെ കണ്ടു നോക്കി. എന്താ മന്ത്രി പറഞ്ഞിരിക്കുന്നത്? ജയിച്ച ആളുടെ പേര് നോക്കിയാൽ അറിയാം കേരളത്തിന്റെ സ്ഥിതി എന്ന്. ആരാ പറഞ്ഞത്? പിണറായി വിജയൻ മന്ത്രിസഭയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പിണറായി വിജയൻ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, അയ്യപ്പ ഈ പിണറായിയെ രക്ഷിക്കണേ എന്നേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഈ പിണറായിയെ മാനസിക നില ശരിയാക്കിയെടുത്ത് ഈ കേരളത്തിൽ പോരാട്ടം നടത്താൻ UDF നടത്തുന്ന പോരാട്ടത്തിൽ, കേരളത്തിലെ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഈ പിണറായിക്ക് സൽബുദ്ധി കൊടുക്കണേ എന്ന് അയ്യപ്പനോട് പറയാമെന്ന് മാത്രമേ മാർഗമുള്ളൂ. ഇപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് തെറ്റുകൾക്കെതിരായിട്ട് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, പ്രയാസം അനുഭവിക്കുന്നവന്റെ സങ്കടങ്ങൾക്ക്, വേദനകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സാന്ത്വനമായി ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താക്കന്മാരായിട്ട് പോയവർ പറയാറുണ്ട്, ഇടതുപക്ഷത്തിന്റെ ശബ്ദം പറയാൻ ഇപ്പോ സത്യത്തിൽ ഇന്ത്യയിൽ ഒരാളെ ഉള്ളൂ, ആ ഒറ്റയാള് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന് അവര് പറയും, നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങളെ കാണാൻ വന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യമായിരിക്കും, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണമായിരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിനാണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ കൌൺസിലറും ആകാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും.
അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചണിനിരക്കാം. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.